ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചോറിൻ്റെ കൂടെയും പിന്നെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും ഇത് കഴിക്കാം. ഇപ്പോൾ ഓണമൊക്കെ അടുത്തിരിക്കണമല്ലേ, അപ്പോൾ എരിശ്ശേരിയൊക്കെ ഒരു ഐറ്റമായിട്ട് നമുക്ക് ഇലയിൽ വിളമ്പാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം മത്തങ്ങ വാങ്ങിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു 200 ഗ്രാം ഉണ്ടാവും. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 1 കപ്പ് വലിയ പയർ വേവിച്ചത് എടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് വേവിച്ച പയറാണ് കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങളാക്കിയ മത്തങ്ങ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല, അവസാനം വേണമെങ്കിൽ മാത്രമേ ചേർക്കുള്ളൂ. ഇനി കുക്കർ അടച്ച് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു തേങ്ങാരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കണം. ഇപ്പം മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തതാണ് കേട്ടോ. മത്തങ്ങ ഒന്ന് പതിയെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച പയറും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഉടക്കാം. ഒത്തിരി കുറുക്ക് പോലെ ആക്കണ്ട. ഇടയ്ക്ക് മത്തങ്ങയുടെ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഉടച്ച് കളയാതെ എടുക്കണം. മത്തങ്ങയും വലിയ പയറും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തുടരെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല, ഇത് കറക്റ്റ് പാകമായതുകൊണ്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല. നന്നായി തിളച്ച് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വറവ് റെഡിയാക്കാനുണ്ട്. അതിനുവേണ്ടി തിളച്ച എണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, വട്ടത്തിലരിഞ്ഞ ചെറുള്ളി, വേപ്പിലെല്ലാം കൂടി ഒന്ന് വഴറ്റിക്കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഉള്ളിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് ഈ കറിയിലേക്ക് ചേർക്കാം. തേങ്ങ നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോഴേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി തിക്കാവും. അതിനുശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത്. ഇത് നല്ലതുപോലെ തണുക്കുമ്പോഴേക്കും കട്ട പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇലയിലൊക്കെ വിളമ്പാൻ നല്ലതാണ്. ഇലയിൽ വിളമ്പാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ലൂസായ സമയത്ത് എടുക്കാം. മത്തങ്ങ എരിശ്ശേരി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓണത്തിന് ഇലയിൽ വിളമ്പാൻ നല്ലതാണ്.